ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് അവർക്കൊരു കൃത്യമായൊരു ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ഭക്ഷണം കൊടുക്കുക. മീൻസ് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പ്രോട്ടീൻസും ഒക്കെ നല്ല എല്ലാ ഐറ്റംസ് അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. കാരണം ചില മക്കളെങ്കിലും ചില ഭക്ഷണം കഴിക്കില്ല, അല്ല ചില രക്ഷിതാക്കൾ മക്കൾക്ക് ചില ഭക്ഷണം കൊടുക്കില്ല. അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണം നിർബന്ധമായിട്ട് കഴിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടുകളിലുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങൾ, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഉപയോഗിച്ച ചേനത്തണ്ട്, ചേമ്പും തണ്ട് പോലത്തെ അങ്ങനത്തെ എല്ലാ വസ്തുക്കളും കൊടുക്കുക. അതിലിപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഒരു പഠനത്തിൽ കണ്ടെത്തിയാണ്, നമ്മുടെ നാടുകളിൽ ഈ മുടി നിരക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ ഈ ചേമ്പിന്റെ തൂമ്പെടുത്ത് കറി വെച്ച് കഴിക്കുന്ന പഴയ തലമുറ പല ആളുകൾക്കും മുടി നിരച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടി എല്ലാം മക്കൾക്ക് കൊടുക്കണം. എന്നിരുന്നാലും അവർക്ക് വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ്, പ്രോട്ടീൻസ് അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലിമിറ്റ് ജങ്ക് ഫുഡ്. മക്കൾക്ക് ഈ ജങ്ക് ഫുഡ്, ടിന്ന് ഫുഡുകൾ, അതുപോലെ കോള പോലത്തെ കുടിക്കുന്ന വസ്തുക്കളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ 100% നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചില കുടുംബങ്ങളെങ്കിലും ആഴ്ചയിൽ 3-4 തവണ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ സംവിധാനം ഘട്ടം ഘട്ടം നിങ്ങളെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മക്കള് അത് പൊണത്തടിയിലേക്ക് മാറാൻ സാധ്യത കൂടുതൽ. അപ്പൊ മക്കൾക്ക് നിരോധിക്കുന്ന ഒരു കാര്യം, ഫാസ്റ്റ് ഫുഡിൽ ഒന്ന് നിരോധിക്കാൻ ശ്രമിക്കുക. പിന്നെ കൊക്കക്കോള പോലത്തെ കോള വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. ടിന്നിലടച്ച ജ്യൂസുകൾ കൊടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ടിന്നിലടച്ച് വരുന്ന തരത്തിലുള്ള മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കിയ വളരെ നന്നായിരിക്കും. മറ്റൊരു പോയിന്റാണ് റെഗുലർ മീൽസ്. ചില കുട്ടികളെങ്കിലും ഉണ്ടാവും, ചില കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പൊ എൻ്റെ മകള് വലിയ മകള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കോളേജിൽ പോവാം. അത് പറ്റില്ല, പിന്നെ അത് റെഡിയാക്കി എടുത്തു. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണങ്ങൾ ഒരിക്കലും ഒരു സമയത്തും സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. പിന്നെ മറ്റൊന്നാണ് കീപ് കിഡ്സ് ഹൈഡ്രേറ്റഡ്. കുട്ടികളെ കൃത്യമായിട്ട് വെള്ളം കുടിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പൊ സ്കൂളിൽ വരുന്ന ഗേൾസ്, ബോയ്സ് ആകുമ്പോൾ മൂത്ര പല സ്ഥലത്ത് അവർ ഒഴിക്കും. ഗേൾസിനാകുമ്പോൾ അത് കൃത്യസമയത്ത് അവർക്ക് മൂത്രമൊക്കെ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആയിരുന്നു മൂത്രപ്പര ഒരുപാട് ദൂരെയായിരുന്നു. അപ്പോൾ ഗേൾസ് എന്ത് ചെയ്യും, രാവിലെ വെള്ളം കുടിക്കാതെ പോരാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളം വളരെ കുറച്ച് കുടിച്ചു പോരുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് രാവിലെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മടങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യുക, സ്കൂൾ വിട്ടിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ മൂത്രം ഒഴിക്കുന്നുള്ളൂ. ഇത്ര സമയം മൂത്രം പിടിച്ചെടുക്കുന്ന രീതിയിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അത്ര കാര്യങ്ങൾക്ക് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. മകൻ കൃത്യമായിട്ട് വെള്ളം കുടിപ്പിക്കുക. ആ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ നല്ലൊരു വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് കൊടുത്തയക്കുക. മടങ്ങി വരുന്ന സമയത്ത് കുടിച്ചോ എന്ന് ചോദ്യങ്ങളും ചോദിക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് മക്കളെ കുക്കിംഗ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഹൈസ്കൂൾ റേഞ്ചിലേക്ക് വരുമ്പോൾ എല്ലാ മക്കളെയും കൃത്യമായിട്ട് രക്ഷിതാക്കൾ കുക്കിംഗ് പഠിപ്പിക്കും. നമ്മുടെ നാടുകളിൽ അങ്ങനെയല്ല, അത് മക്കൾ കുക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെയൊന്നുമില്ല. മക്കൾ ചെയ്യണം എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ചെറിയ കുക്കിംഗ് ഒക്കെ നമുക്ക് അവർ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. അല്ലാതെ അടുപ്പടുത്ത് വരരുത്, അത് തട്ടിമറിയും പൊള്ളും, അങ്ങനത്തെ രീതിയിലല്ല. എന്നിരുന്നാലും ഈ അപകടങ്ങളെ കുറിച്ച് അവർ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ചെറിയ രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും അവർ പാചകം ചെയ്യുന്ന ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ മക്കളെ പ്രൊമോട്ട് ഔട്ട്ഡോർ പ്ലേ. അതായത് വീടിൻ്റെ അകത്ത് ഇങ്ങനെ പുകഞ്ഞിരിക്കുന്ന മക്കളുണ്ടാവും, മൊബൈലുമ്പോൾ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന മക്കള്, അവരൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറക്കണം. പുറത്താക്കിയത് എന്ത് ചെയ്യുക, ബോയ്സൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് കുട്ടികളെ കൂടി ഒന്ന് കളിച്ചു വരട്ടെ. ഗേൾസ് ആണെങ്കിൽ എന്തിനാ വീടിന്റെ പുറത്തുള്ള തൊട്ടടുത്ത് അയൽവാസി കുട്ടികളുമായി ഒന്ന് അവർക്ക് ഷട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിം അവർ കളിച്ചു വരട്ടെ. വീട്ടിലിങ്ങനെ പുകഞ്ഞിരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വീട്ടിൽ അതിന് അത്യാവശ്യം വേണ്ട അത്യാവശ്യം കുറെ ഗെയിംസ് ആയിട്ടും ഷട്ടിൽ, ബാഡ്മിന്റൺ, ചെറിയ ഫുട്ബോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ലിമിറ്റ് സ്ക്രീൻ ടൈം. അതായത് ഇന്ന് ഈ ആധുനിക ലോകത്തിൽ മിക്ക മക്കളും എന്താണ്, മൊബൈൽ ഫോൺ അവർ രക്ഷിതാക്കൾ സ്വന്തമായിട്ട് മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തവരുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. അവർ ഭീകരമായിട്ട് ഇതിന് ഉപയോഗിക്കുക. ഒരു കാരണവശാലും അതിന് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളെ സ്വന്തം ഫോൺ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാത്ത പല ആപ്പുകൾ അവർ ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ്.
കാരണം നമ്മൾ ഈ ന്യൂജൻ മക്കളെ ചില 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 അവർ പോകുന്ന വഴികൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, മക്കളെ സ്ക്രീൻ ടൈം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഒരു ഒരു ഡെയിലി എക്സസൈസ് റൂട്ടീൻ ഉണ്ടാക്കുക. മക്കൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ പല ആളുകളും ചില ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം എക്സസൈസ് ചെയ്താൽ നല്ല എനർജി ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ എക്സസൈസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മക്കളെ കൃത്യമായി ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ കൂടുതൽ തടിച്ച മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവരും മെല്ലെ മെല്ലെ അവരറിയാത്ത രീതിയിൽ അവരെ മെല്ലെ മെല്ലെ നമ്മളെ കൂടെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതും വളരെ നന്നായിരിക്കും. കുട്ടികളുമായിക്കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടാം. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് പറഞ്ഞ എക്സസൈസ് പങ്കെടുപ്പിക്കുക. ഇപ്പം യോഗ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് നിർത്തണം. അല്ലാതെ ഇങ്ങനെ ഒരു ഗ്രൂമി ആയിരിക്കുന്ന മക്കളുണ്ടാവും, അല്ലെങ്കിൽ എന്ത് മൊബൈൽ ഫോണിൽ ഫുൾ ടൈം ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. ചില കുട്ടികളെ നേരത്തെ പറയാൻ പുട്ട പോയിന്റ്, അതായത് ചില കുട്ടികൾ വല്ല മൊബൈലിൽ ഗെയിം അഡിക്ഷൻ ആയിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗെയിം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആർക്കും വരാവുന്നൊരവസ്ഥയെ. അപ്പം എന്ത് ചെയ്യാം, മൊബൈൽ ഗെയിമിൽ കൂടുതൽ കളിക്കുന്നുണ്ടെങ്കിൽ ഘട്ടമായിട്ട് അവരിന്ന് വാങ്ങി വെക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും നല്ല പ്രധാനം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോണുകൾ അവർ കൈവിട്ട് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പോൾ വീട്ടിൽ ഫോൺ വെച്ച് അത്യാവശ്യം തന്നെ എടുത്തോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ ഉപയോഗിച്ചോട്ടെ. അല്ലാതുണ്ടല്ലോ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫോൺ എടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്ന ഉടനെ ഒരു കുറച്ച് നേരം അങ്ങനത്തെ അത് ഒന്ന് നിയന്ത്രണം വരുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ചെയ്യേണ്ടത്, മക്കളെ ഹോബികളുണ്ടാവും. ചില മക്കൾക്ക് പല ഹോബി, അതായത് ചിലർക്ക് ഇലക്ട്രോണിക്സിലൊരു ഹോബിയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലായിരിക്കും ഹോബി. അതിനൊന്നും ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവരെ നമ്മൾ നിരീക്ഷിച്ച ശേഷം അവർക്ക് പറ്റുന്ന മേഖലയിലേക്ക് എന്ത് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്ത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ രീതിയിൽ ഓൺലൈൻ കോച്ചിങ്ങൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ കോഴ്സ് അവർക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുക. അവർ പറഞ്ഞു കൊടുക്കുക ഇലക്ട്രോണിക്സ് ആണ്, കറണ്ടുമായി എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അപകടങ്ങളും ഇന്ന സമയത്ത് വരും, അത് ശ്രദ്ധിക്കണം എന്ന രീതിയിൽ ബോധവൽക്കരണം കൊടുക്കുന്നത് ചെയ്യുക. ബാക്കി എല്ലാ കാര്യത്തിലും അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. കുട്ടികളുടെ ശാരീരിക മാനസിക കാര്യങ്ങൾ വികസനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉറക്കം. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതുണ്ട്. എന്നാൽ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകൻ കഴിഞ്ഞ 22 വർഷമായിട്ട് ഹൈസ്കൂളിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് ചിലക്കെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വിയോജിപ്പ് ഉണ്ടാക്കി എന്നാലും പറയുക. ഈ മുതിർന്ന കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഒരു 9ാം ക്ലാസ് മുതൽ വരുന്ന മുതിർന്ന കുട്ടികൾ ഒരിക്കലും സ്വന്തമായിട്ട് ഒറ്റ റൂമിൽ കടത്തി വെക്കുന്ന അത്ര നമ്മുടെ നാടുകളിൽ സേഫ് അല്ല. അതുപോലെ തന്നെ അവിടെ കടന്നുറങ്ങുന്ന സമയത്ത് വാതിൽ കുറ്റിട്ട ബോയ്സും ഗേൾസും ഉണ്ട്. വാതിൽ കുറ്റിട്ട് വാതിൽ ലോക്ക് ചെയ്ത് ഉറങ്ങുന്ന മക്കളുണ്ട്. അതും തന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുന്നതല്ല. അവരെ ചെറിയ കുട്ടികളെ കൂടെ അനുവദിക്കുക, അല്ലെങ്കിൽ മുതിർന്ന നമ്മുടെ വീടുകളിലെ മുത്തച്ഛിമാരുടെ കൂടെയൊക്കെ കിടക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതിൽ പ്രശ്നം ഇവർ പല രീതിയിലേക്ക് ട്രാപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ നമ്മൾ പരിശോധന നടത്തുന്ന സമയത്ത് പെൺകുട്ടികൾ അതിൽ നിന്ന് ഫോൺ കിട്ടും. ഈ ഫോൺ മിക്കതും വീട്ടുകാരെ അറിയാത്ത ഫോണായിരിക്കും. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, വീടുകളിൽ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയം, ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഫിക്സ് ആക്കേണ്ടത്. അത് വീട്ടിലത്തെ എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അത് കൃത്യസമയം ഒരു രാത്രി 10 മണിക്കെങ്കിലും ഉറങ്ങിയിട്ട് രാവിലെ ഒരു 6 മണിക്ക് മുമ്പെങ്കിലും എഴുന്നേൽക്കുന്ന രീതിയിലേക്ക് മക്കളെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കേണ്ടതുണ്ട്. പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, കുട്ടികളെ നമ്മൾ കേൾക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. കുട്ടികളെ ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം. അതായത് സ്കൂളിൽ എന്തൊക്കെ നടന്നത്, എന്തൊക്കെ ക്ലാസ് എടുത്തു, ആരോടൊക്കെ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണം. കുട്ടികളെ ഫ്രണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കൃത്യമായിട്ട് നമ്മൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ സെക്സ്വൽ അബ്യൂസ് വരുന്നത് ഗേൾസിനല്ല വരുന്നത്, മുതിർന്ന ബോയ്സിനാണ് വരുന്നത്. അപ്പോൾ ഇത്തരം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വീട്ടിൽ എന്ത് ചെയ്യുക, മാതാപിതാക്കളോട് നല്ല രീതിയിൽ തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രത്യേക ഒരു കൾച്ചർ വീടുകൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളാകുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് നൽകേണ്ട വാക്സിനേഷൻ ചെറുപ്പകാലത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവലും ചെയ്യേണ്ട ചില വാക്സിനേഷൻ ഉണ്ട്. എല്ലാ വാക്സിനേഷനും കൃത്യമായിട്ട് അവർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈസ്കൂൾ ലെവലിൽ സ്കൂളിൽ ലഭിക്കുന്ന ഗുളികകളൊക്കെ അത് കൃത്യമായിട്ട് അവരെ കഴിപ്പിക്കേണ്ടതും ഉണ്ട്. മാത്രമല്ല റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതാണ്. അവരുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുക, ഡോക്ടറോട് അവരുടെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തേടുക. പിന്നെ അതുപോലെ കൃത്യമായ ഇടവേളകളിൽ കുട്ടികളെ ശാരീരിക ചെക്കപ്പ് നടത്തേണ്ടതുണ്ട്. അതായത് അവരുടെ കാഴ്ച ശക്തി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അവരുടെ പല്ലുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ ഗ്രോത്തിന് വളർച്ചയ്ക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളതിൽ വിദഗ്ധമായ ഡോക്ടർമാരെ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർമാരെ നമ്മൾ കാണിക്കേണ്ടതും ഉണ്ട്. പിന്നെ വേണ്ടത് ഈ
മക്കൾക്ക് വീടുകളിൽ ഒരു ശുചിത്വം എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും കിട്ടുക. എന്ത് ചെയ്യുക, ഒരു വ്യക്തി ശുചിത്വം ആ ഒരു കൺസെപ്റ്റ് വീടുകളിൽ എത്തിക്കേണ്ടത്. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കഴുകുക, എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുക, കുളിക്കുക, അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല അയൺ ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെ നല്ലൊരു ഹൈജീനിക് ഒരു മൂടും കൂടി കുട്ടികൾക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില മക്കളെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV കണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മൊബൈൽ കണ്ടിരിക്കുക. ഇതൊരു ബാഡ് ഹാബിറ്റാണ്. കാരണം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചവച്ചരച്ച് കഴിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ദഹന പ്രക്രിയ നടക്കുള്ളൂ. നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ ടോട്ടൽ മെറ്റബോളിസത്തെ അത് മാറ്റം വരുത്തുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു സ്വഭാവം അതൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ അതിന് പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുക, അവരുടെ വായനക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എല്ലാ മക്കളും നിർബന്ധമായിട്ടും കുട്ടികളെ നമ്മൾ എപ്പോഴും നിരീക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവങ്ങളിലോ അവരുടെ ഭാവങ്ങളോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് വിളിച്ചിരുത്തി വളരെ ഫ്രണ്ട്ഷിപ്പോടെ സമാധാനത്തോടെ അവരെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുട്ടികളെ ശാരീരിക മാനസിക ആരോഗ്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം, അല്ലെങ്കിൽ മറ്റൊരു വിഷയമായി അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ, ബൈ.